നിയമസഭാ മണ്ഡലം കൂടിയതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഈ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജ് വീണ്ടും ജനവിധി തേടുന്നത്. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി UDF സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാക്കോസും രംഗത്തുണ്ട്. റിപ്പോർട്ടർ TVയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള പര്യടനം ഇന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട്, നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട്. ഡീൻ കുര്യാക്കോസ് ജയിക്കണം, നാടേ മാറ്റത്തിൽ പുലരി പിറക്കണം. അലയൊലികൾ കേട്ടു തുടങ്ങി, ജോയ്സിനായി ജയബേരി മുഴങ്ങി. അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി, LDF നിന്നു തിളങ്ങി. അലയൊലികൾ കേട്ടു തുടങ്ങി, ജോയ്സിനായി ജയബേരി മുഴങ്ങി. അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി, LDF നിന്നു തിളങ്ങി. ഭാരതാംബകന്മാരിലിന്ന് കാവിക്കൊടികൾ പാറുന്നു, കാവിക്കൊടികൾ പാറുന്നു. നാടിൻ വികസന നേട്ടവുമായി, നാടിൻ വികസന നേട്ടവുമായി BJP തിളങ്ങുന്നു, നമ്മുടെ BJP തിളങ്ങുന്നു. UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇപ്പോൾ നെല്ലിക്കുഴി പഞ്ചായത്തിലാണ്. എന്തായാലും നമുക്കറിയാം, നെല്ലിക്കുഴി പഞ്ചായത്തിൽ വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയ ഡീൻ കുര്യാക്കോസിനോടൊപ്പം ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൂടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്ന് ഡീന് വിശ്വാസമുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്തായാലും പര്യടനം നടക്കട്ടെ, ഞങ്ങളും ഒപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും. നെഞ്ചിൽ തിളങ്ങി നിൽക്കും നേരിൽ നിലാവുദിക്കും കൈ ചിഹ്നം മുന്നിൽ വരും നേരം. നെഞ്ചിൽ തിളങ്ങി നിൽക്കും നേരിൽ നിലാവുദിക്കും കൈ ചിഹ്നം മുന്നിൽ വരും നേരം. അലയൊലിയായി ജനം നിരയായി ദീൻ ജയിക്കാൻ പടയണിയായി. നാടെങ്ങും മുന്നേറ്റ പൂപ്പന്തലിലായി നാളെ നയിക്കുന്ന കൈച്ചിഹ്നമായി. വോട്ടെല്ലാം കൈ ചിഹ്നത്തിനായി നൽകാം, ദീനിനായി വിജയം നേടിടാം. ഇടുക്കിയിൽ ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്കറിയാം, ഇടുക്കി സീറ്റ് LDFന്റെ കയ്യിലാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഡീൻ കുര്യാക്കോസാണ് വിജയപ്രതീക്ഷകൾ ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ഈ തവണത്തെ ഇലക്ഷനിൽ വിജയപ്രതീക്ഷ താങ്കൾ പങ്കുവെക്കുന്നത്? 100% ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാണ് ഇടുക്കിയിലെ സ്ഥിതിഗതികൾ. കാരണം ഇടുക്കിയിലെ ജനങ്ങൾ ശരിയായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പടർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇടുക്കിയിൽ വിജയിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുകയാണ്. കാരണം ഏത് വിഷയമെടുത്ത്, പ്രാദേശിക വിഷയമെടുത്തു കഴിഞ്ഞാൽ 8 കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത ഒരു നാടാണ് ഇടുക്കി. അതിനുശേഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ട് പോലും അത് ഒരു ഉത്തരവായി പോലും പുറപ്പെടുവിക്കാൻ ഈ ഗവൺമെൻറ്റിനായിട്ടില്ല. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കരട് റിപ്പോർട്ട് പുറത്തിറക്കിയത്, കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. ആ കരട് വിജ്ഞാപനത്തിൻ്റെ ബലത്തിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടത്. എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്. അന്ന് ആ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കുറേ പ്രതിസന്ധികളുണ്ടായിരുന്നു. അന്ന് UPA ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ സോണിയാഗാന്ധിയും, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും, അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും, അതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ
അവർ അന്ന് കാണിച്ച ഒരു ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് ആ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇന്ന് ഇടുക്കിക്കാർക്ക് മനസ്സിലാകുന്നു ആ കരട് വിജ്ഞാപനത്തിൻ്റെ ബലത്തിലാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത്. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് 8 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തതിന് ശേഷം 9ാമത് ഒരാൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജപ്തി നടപടികൾ നിർത്തിവെച്ച് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. പക്ഷേ അത് ഉത്തരവായി പ്രഖ്യാപിക്കാൻ 5 ദിവസം സമയമുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് 10-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് ക്യാബിനറ്റ് തീരുമാനമുണ്ടായത്. 5 ദിവസ സമയം ഉണ്ടായിട്ടും ഈ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവ് വിജ്ഞാപനമായിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം ഇടുക്കിയോടുള്ള താല്പര്യം അത്രയേ ഉള്ളൂ. ഇടുക്കിക്കാരെ ഒരു 2ാം നിര പൗരന്മാരാക്കി കാണുന്നു. ഇടുക്കിയിലെ ജനങ്ങളെ പൂർണ്ണമായി വഞ്ചിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ സ്ഥിതി ഇടുക്കിയിൽ ഇന്ന് നിലനിൽക്കുകയാണ്. ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ള 90% ആളുകളും. അതല്ലാതെ ആർക്കും ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പോലും അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. കാരണം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്ക് വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ BJPയെ തകർക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ കഴിയുള്ളൂ. ഇതൊരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ CPM വോട്ട് ചെയ്ത ആളുകൾ ഉൾപ്പെടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, എന്ന് വെച്ചാൽ പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഐക്യമുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് പൊതുരാഷ്ട്രീയം. അപ്പോൾ ആ ഒരു നിലയിൽ കാര്യങ്ങൾ വരുന്നു. സംസ്ഥാന തലത്തിൽ 2 ചെറുപ്പക്കാർ കൃപേഷും ശരത്ലാലും അതിദയനീയമായ നിലയിൽ മൃഗീയമായ നിലയിൽ അരിങ്കുല ചെയ്യപ്പെട്ടത് ഈ അടുത്ത നാളിലാണ്. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർത്തു എന്നുള്ളതല്ലാതെ അവരൊന്നും ചെയ്തില്ല. പ്രാദേശികമായി ആരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണിൽ കരടായി മാറിയോ അവരെ ഉന്മൂലനം ചെയ്യാൻ. അപ്പോൾ ആ ഒരു നിലയിൽ ഒരു സ്വാതന്ത്ര്യ നിഷേധം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിക്കുന്നുവെങ്കിൽ അതിനെതിരെ പൊതുവികാരം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഐക്യമുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും താങ്കൾ പറയുന്ന രീതിക്ക് ഒരു അക്രമ രാഷ്ട്രീയമാണ് LDFിൽ നിന്നും ഉണ്ടാകുന്ന കേരളത്തിൽ. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ താങ്കൾ പറഞ്ഞു ഐക്യമുന്നണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളത്. ഈ സമയത്താണ് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ആളുകൾ അടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഈ ഏതെങ്കിലും വിവരവും വിദ്യാഭ്യാസവും വിവേകവുമുള്ള ആരെങ്കിലും BJP ചേരുമോ? അപ്പോൾ ഏതെങ്കിലും CPMൽ നിന്നും അങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് ആളുകൾ പോകുന്നില്ലേ? ഇപ്പോൾ CPMൽ എത്രയോ പശ്ചിമ ബംഗാളിൽ CPM ഘടകങ്ങൾ അതേപടി BJP ആയി മാറുന്നു. ഓരോ പ്രദേശത്തും പാർട്ടി ഓഫീസുകൾ, CPMൻ്റെ പാർട്ടി ഓഫീസുകൾ BJP ഓഫീസുകളായി പരിണമിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP അങ്ങനെയാണെങ്കിൽ BJPയിൽ നിന്നും കോൺഗ്രസിലേക്കും ആളുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും രാഷ്ട്രീയം, അയാറാം ഗയാറാം രാഷ്ട്രീയം എന്ന് നമ്മൾ ഒരു ചുരുക്കപ്പേരിൽ പറയുന്നത് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അപൂർവതയൊന്നുമല്ല. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതും ഒരു നിലനിൽക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ സ്ഥിതിവിശേഷവുമായി തുലനം ചെയ്യാൻ പറ്റുന്നതല്ല. യഥാർത്ഥ രാഷ്ട്രീയം എന്തെന്ന് ശരിയായ ജനാധിപത്യ വിശ്വാസികൾക്കറിയാം. കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വർഷത്തെ ഡീൻ കുര്യാക്കോസിൻ്റെ പരാജയമുണ്ടായത്. എന്നാൽ ഇത്തവണ കസ്തൂരി രംഗൻ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന എതിർ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇടുക്കിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുവെന്ന് അവകാശവാദം ഉന്നയിച്ചാൽ അത് തള്ളിക്കളയാൻ താങ്കളെപ്പോലെയുള്ള വ്യക്തികൾക്ക് കഴിയുമോ? 100% എന്താ സംശയം? കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എതിർ സ്ഥാനാർത്ഥി ഒന്നും കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ, അല്ലെന്ന് നിഷേധിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനപ്പുറത്ത് ഒരു വള്ളിയോ പുള്ളിയോ കുത്തോ കോമയോ ചേർക്കാൻ നിലവിൽ വിജയിച്ചു പോയ MPക്ക് കഴിഞ്ഞില്ല. ഇതൊരു പച്ചപരാമർത്ഥമാണ്. ഇത് ആദ്യമായി പറയുന്നതല്ല, എല്ലാ കാലവും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു നിലയിൽ ആ വിഷയം അവിടെ നിൽക്കുകയാണ്. നിരവധിയായ സംസ്ഥാന തലത്തിൽ സർക്കാരിന് പരിഹാരമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പച്ച പരാമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ കാര്യങ്ങളുമായി മുൻപോട്ട് പോകും. എന്തായാലും കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം തിരിച്ചു പിടിക്കാൻ എല്ലാ ധൈര്യത്തോടു കൂടിയാണ് ഡീൻ കുര്യാക്കോസ് തിരിച്ചെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഡീൻ കുര്യാക്കോസിൻ്റെ പ്രവർത്തനം 5 വർഷം പാർലമെൻറ്റിൽ ഇല്ലെങ്കിലും ഇടുക്കിയിൽ സജീവ പ്രവർത്തനം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതായി വരും. എന്തായാലും എല്ലാവിധ ആശംസകളും ഡീൻ കുര്യാക്കോസിന്. പൊന്നഴകേ കയ്യഴകേ സേവനത്തിൻ കൈചിഹ്നമേ നാടെങ്ങും കേൾക്കും പാട്ട് UDF-നാണോട്ട്. നാടെങ്ങും കേൾക്കും പാട്ട് UDF-നാണോട്ട്. ഡീൻ കുര്യാക്കോസ് ജയിക്കണം നാടേ, മാറ്റത്തിൻ പുലരി പിറക്കണം.
അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയബേരി മുഴങ്ങി അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി LDF നിന്നു തിളങ്ങി അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയബേരി മുഴങ്ങി അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി LDF നിന്നു തിളങ്ങി ഭാരതാംബകന്മാരിലിന്ന് കാവിക്കൊടികൾ പാറുന്നു കാവിക്കൊടികൾ പാറുന്നു നാടിൻ വികസന നേട്ടവുമായി BJP തിളങ്ങുന്നു നമ്മുടെ BJP തിളങ്ങുന്നു LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്ന് പാലക്കുഴ പഞ്ചായത്തിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഇടുക്കി ജില്ലയുടെ അതിർത്തി പഞ്ചായത്താണ് ഈ പാലക്കുഴ പഞ്ചായത്ത്. ഈ മണ്ഡലമങ്ങും ഇങ്ങും മുന്നേറ്റ പൂമഴ പെയ്തു ഈ മണ്ഡലമങ്ങും ഇങ്ങും മുന്നേറ്റ പൂമഴ പെയ്തു നാടാകെ വിജയതരംഗം ജോയിസ് ജോർജിൻ ജയഗീതം സേവന പാതകൾ പൊന്നിഴ പാകി നിസ്വാർത്ഥനായൊരു സാരഥിയാം സേവന പാതകൾ പൊന്നിഴ പാകി നിസ്വാർത്ഥനായൊരു സാരഥിയാം ഇന്ന് ഇടുക്കി മണ്ഡലത്തിലുള്ള യാത്രയിൽ നമ്മൾ LDF സ്ഥാനാർത്ഥിയെ കണ്ടുമുട്ടിയത് ഉച്ചയൂണിൻ്റെ സമയത്തായിരുന്നു. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം തന്നെയാണ്, ആ പ്രവർത്തന മികവാണ് ഈ വർഷവും വീണ്ടും സ്ഥാനാർത്ഥിയായത് എന്ന് LDF ഇദ്ദേഹത്തെ ഈ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. LDFിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് നമ്മൾ പൊതുജനങ്ങളിൽ നിന്നിൻ്റെ അഭിപ്രായ സർവേയിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തവണയും ഈ മണ്ഡലം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് ജോയിസ് ജോർജ്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവരുടെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു LDF സ്ഥാനാർത്ഥിയാകാൻ ജോയിസിനെ LDF തിരഞ്ഞെടുത്തത്. ഇത്തവണത്തെ വിജയം വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് താങ്കൾക്ക്? ഇല്ല, ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമമായിരുന്നു. തീർച്ചയായും അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വിജയം അത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയമായിരുന്നില്ല, മറിച്ച് അത് ഇടുക്കിയിലെ ജനങ്ങളുടെ ആകെയുള്ള കൂട്ടായ വിജയമായിരുന്നു. ശബരി റെയിൽവേക്ക് വേണ്ടി താങ്കൾ ഒരു പദയാത്രയൊക്കെ നടത്തി. ഇടുക്കി ജനങ്ങൾക്ക് വളരെ ആവേശം പകർന്നൊരു പദയാത്ര. ആ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു? എല്ലാ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ടിട്ട് സജീവമായി ഇടപെടാനാണ് കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമിച്ചത്, ചെറുതും വലുതുമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ കസ്തൂരിരംഗൻ വിഷയമാണെങ്കിൽ അതൊരു 90% നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ മലയോര മേഖലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് പട്ടയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലെ നിയമപരമായ മുഴുവൻ പ്രശ്നങ്ങളും ഏതാണ്ട് ശാശ്വതമായി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശബരി റെയിൽ വിസ്മൃതിയിലായി പോയ ഒരു പദ്ധതിയായിരുന്നു. മാത്രവുമല്ല, അതിനകത്ത് ഭൂമി ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ വേദന, പ്രത്യേകിച്ച് നമ്മളുടെ മൂവാറ്റുപുഴയിലെ കിഴക്കേക്കരയുണ്ട്, അതുപോലെ പെരുമറ്റം പോലുള്ള സ്ഥലങ്ങൾ, കരിങ്കുന്നം പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പല പ്രദേശങ്ങളുമുണ്ട്, വെണ്ടുവഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകൾ, പ്രത്യേകിച്ച് ദളിത് ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൂടിയാണ് ശബരി റെയിലിൻ്റെ അലൈൻമെൻറ്റ് വളരെ നേരത്തെ ഫിക്സ് ചെയ്യുകയും ആ ഭൂമിയെ സംബന്ധിച്ചൊക്കെ അവ്യക്തത ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം വലിയ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് നമ്മൾ വിസ്മൃതിയിലായിപ്പോയി ആ പദ്ധതിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ആവശ്യം ഒന്ന് മാത്രമായിരുന്നു, ഒന്നെങ്കിൽ ഇത് നടപ്പിലാക്കണം സമയബന്ധിതമായി, ഇല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിച്ച് ഈ പാവങ്ങളെ രക്ഷിക്കണം. അപ്പോൾ അതിനോട് ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചത്. അപ്പോൾ കഴിഞ്ഞ UPA ഗവൺമെൻറ് 3 ബജറ്റുകളിൽ നല്ല നിലയിൽ പണം അനുവദിച്ചു. LDF ഗവൺമെൻറ് ആദ്യത്തെ ബജറ്റിൽ 50 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ വീണ്ടും തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളുടെ ഫലമായി ഈ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ് ഷെയർ ഉൾപ്പെടെയുള്ള സാധനങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ വിഷയം നിരന്തരമായി പാർലമെൻറ്റിനകത്തും അതോടൊപ്പം തന്നെ റെയിൽവേ ബോർഡിലുമൊക്കെ ഉന്നയിച്ച് അതിനകത്ത് അവസാനം സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടി ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ
അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിച്ചുള്ള അസംയുക്തമായി പറഞ്ഞു, ഇനി സംസ്ഥാന ഗവൺമെൻറ് വിഹിതം വഹിക്കേണ്ടതുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൂടി വിഹിതം വഹിക്കാൻ തയ്യാറാണെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1400 കോടി രൂപ സംസ്ഥാനവും കണ്ടെത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ആ പദ്ധതി നടപ്പിലാകുമെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അലൈൻമെൻറ്റ് റീഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാമപുരത്ത് നിന്ന് ഏറ്റുമാനൂരേക്കുള്ള അലൈൻമെൻറ്റ്, ആ അലൈൻമെൻറ്റിനെ സംബന്ധിച്ച് പ്രാദേശികമായി എതിർത്തിരുന്ന എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടതിൻ്റെ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി ആ സർവേ പൂർത്തീകരിക്കുകയും പൂർണ്ണമായ അലൈൻമെൻറ്റോടുകൂടി കേന്ദ്ര റെയിൽവേ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പദ്ധതിക്ക് വലിയ തടസ്സങ്ങളില്ലാതെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെയാകെ കൂട്ടായ ഒരു പരിശ്രമവും അതിനുമായി നടത്തിയിട്ടുള്ള അജിറ്റേഷൻ്റെയൊക്കെ ഫലം തന്നെയാണത്. പ്രളയവും പ്രളയാനന്തര ദുരിതവും കഴിഞ്ഞിട്ട് ഇടുക്കി വളരെ ദുരിതത്തിലായിരുന്നു. ഇനി നമുക്കറിയാം ചെറുതോണി പാലം ഉൾപ്പെടെയുള്ള അവിടെയൊക്കെ താങ്കളുടെ പ്രവൃത്തി ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. നേരിട്ട് കണ്ട മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മാറ്റി നിർത്താൻ കഴിയാത്ത സംഭവമാണ്. എങ്ങനെയാണ് ഇടുക്കിയെ ഇനി കരകയറ്റാൻ താങ്കൾ അടുത്ത 5 വർഷം കൊണ്ട് എന്തായിരിക്കും പദ്ധതി ഇടുക? ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രത്യേകതയാർന്ന പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്, കടക്കെണിയുണ്ട്, ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് 2 തരത്തിലാണ്. ഒന്ന്, നമ്മളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ പുനർനിർമ്മാണമുണ്ട്. അതിനകത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ കൊണ്ട് നല്ല നിലയിൽ പണം അനുവദിപ്പിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാതാ വിഭാഗവുമായി ബന്ധപ്പെട്ടും സെൻട്രൽ റോഡ് ഫണ്ടുമൊക്കെയായി ബന്ധപ്പെട്ട് 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ അത് ടെൻഡർ ചെയ്യുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറുതോണിയിൽ നിങ്ങൾ പറഞ്ഞ പാലത്തിൻ്റെ അവിടുത്തെ ഉൾപ്പെടെ പാലവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടെ പാലത്തിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോകുന്ന സമയത്താണ് ഇലക്ഷൻ ഉണ്ടായത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ നമ്മളുടെ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി ഇടുക്കി ജില്ലയിലെ മാത്രം 280ഓളം കോടി രൂപയുടെ പദ്ധതികൾ നമ്മളുടെ BM&BC റോഡ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേണ്ടി ടെൻഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത് ഒരു വശത്ത്. മറ്റൊന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണമാണ്. അതിന് ജീവനോപാധികൾ ഉൾപ്പെടെയുള്ളവയെ നല്ല നിലയിൽ പുനരുജ്ജീവിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതിയാണ് 5000 കോടി രൂപയുടെ കാർഷിക പാക്കേജായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് 2009 ഒരു കാർഷിക പാക്കേജ് ഉണ്ടായി. അതിനുശേഷം ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജനപ്രതിനിധി മാറിയപ്പോൾ ആ കാർഷിക പാക്കേജ് പൂർണ്ണമായി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി ഇടുക്കിക്കാർ അനുഭവിച്ചതാണ്. അപ്പോൾ ഇത് സംസ്ഥാന ഗവൺമെൻറ് കാർഷിക പാക്കേജ് ആണെങ്കിൽ പോലും ഏതൊരു പദ്ധതിയും പ്രഖ്യാപിക്കുന്നത് നടപ്പിലാകണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം. ഇങ്ങനെയുള്ള നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമം എവിടെയെങ്കിലും ഉണ്ടായാൽ ഒരു സംശയമില്ല, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി നിൽക്കാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വമായി നിന്നുകൊണ്ട് തന്നെ ഇടുക്കിയിലെയും അതുപോലെ കോതമംഗലത്തെയും മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള വലിയ പ്രവർത്തനം തന്നെയാണ് അടുത്ത 5 വർഷത്തേക്ക് ജനങ്ങളെന്നെ അനുവദിച്ചാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇടുക്കിയുടെ ശബ്ദം വീണ്ടും പാർലമെൻറ്റിൽ മുഴങ്ങിക്കേക്കാൻ ജോയിസ് ജോർജ് തന്നെ MP ആകുമോ എന്ന് നമുക്ക് മെയ് 23 വരെ കാത്തിരിക്കാം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പെന്ന് ആണ് പറയുന്നത്. പൊന്നഴകേ കയ്യഴകേ സേവനത്തിൻ കൈചിഹ്നമേ നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട് നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട് ഡീൻ കുര്യാക്കോസ് ജയിക്കണം നാടേ മാറ്റത്തിൻ പുലരി പിറക്കണം അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയബേരി മുഴങ്ങി അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി LDF നിന്നു തിളങ്ങി അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയബേരി മുഴങ്ങി അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി LDF നിന്നു തിളങ്ങി ഭാരതാംബകന്മാരിലിന്ന് കാവിക്കൊടികൾ പാറുന്നു കാവിക്കൊടികൾ പാറുന്നു നാടിൻ വികസന നേട്ടവുമായി BJP തിളങ്ങുന്നു നമ്മുടെ BJP തിളങ്ങുന്നു
ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള പര്യടനമാണ്. NDA സ്ഥാനാർത്ഥിയെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് കോതമംഗലത്ത് വെച്ചായിരുന്നു. എന്തായാലും വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇദ്ദേഹം മുന്നേറുന്നത്. നാടുനീളെ നന്മ തന്ന മോടി തന്റെ നേട്ടം രാജ്യമിന്നു കേമം അത് സത്യം പ്രിയ സത്യം. നാടുനീളെ നന്മ തന്ന മോടി തന്റെ നേട്ടം രാജ്യമിന്നു കേമം അത് സത്യം പ്രിയ സത്യം. രാജ്യം വളരുന്നു അത് തെളിയും നാടെങ്ങും ഇനിയും വളരണം അതിനായി സംഘം ഇനിയും വളരണം അതിനായി സംഘം. താമര ചിഹ്നങ്ങൾ പതിയുന്ന കൊടികൾ നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ കൂട്ട്. താമര ചിഹ്നങ്ങൾ പതിയുന്ന കൊടികൾ നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ കൂട്ട്. ഇടുക്കിയിൽ ഇത്തവണ തീപാറുന്ന മത്സരം തന്നെ നടക്കും. കാരണം നമുക്കറിയാം ഇടുക്കി മണ്ഡലം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പല പ്രാവശ്യം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന UDFിൻ്റെ കയ്യിലിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ വർഷം LDF തിരിച്ചു പിടിച്ചത്. അതേ സ്ഥലത്ത് തന്നെ BJP അവരുടെയായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. മോഡി സർക്കാർ തിരിച്ച് അധികാരത്തിൽ വരണമെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് NDAക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ബിജു കൃഷ്ണനെ ഈ NDA സ്ഥാനാർത്ഥിയായി BDSൻ്റെ സ്ഥാനാർത്ഥിയായി ഇടുക്കി പാർലമെൻറ്റ് പിടിക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഇലക്ഷൻ കാണുന്നത്? കാരണം കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്ന മണ്ഡലം LDF തിരിച്ചു പിടിക്കുന്നു. BDSൻ്റെ സ്ഥാനാർത്ഥിയായി NDA സഖ്യത്തിൽ നിന്ന് താങ്കളെ ഇവിടെ നിയോഗിക്കുന്നു. ഇവിടെ എത്രമാത്രം വോട്ടുകളാണ് നിങ്ങൾക്ക് ഇടുക്കി പാർലമെൻറ്റിൽ ഉള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ വിജയപ്രതീക്ഷ കാണുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,30,000 വോട്ടുകൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായിട്ട് കരസ്ഥമാക്കുവാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ദുർനടപടികളോടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം അലയടിച്ചുയരുന്ന ഈ സാഹചര്യത്തിലും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടുകളുടെ സമഗ്രമായിട്ടുള്ള വികസനവും കേന്ദ്രത്തിൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സജീവമായ ഒരു വ്യക്തിയാണ്. തൊടുപുഴക്കാരനാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് SFIയിലൂടെ കടന്നു വന്ന് പാർട്ടിയിലേക്ക് എത്തി ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാവുന്നു. ഇതിന് തൊട്ടു മുമ്പ് തന്നെ താങ്കൾ JSS ഗൗരിയമ്മയോടൊപ്പം നിന്നിരുന്നു. ഇപ്പോൾ BDSൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാമാണോ താങ്കളെ ഈ സ്ഥാനാർത്ഥിയാക്കാൻ മുൻകൈ എടുത്തത് NDA സഖ്യം? പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള എൻ്റെ കടന്നുവരവ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു. SFIയിലൂടെയാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ CPMൻ്റെ ലോക്കൽ തലത്തിൽ ഉള്ള നേതൃത്വം വരെ ഞാൻ വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ CPMൻ്റെ ഒരു വലിയ മാഫിയ സംഘം പോലെയുള്ള പ്രവർത്തനവും വിഭാഗീയ പ്രവർത്തനത്തിലും മനമെടുത്താണ് ഞാൻ ആ CPMനോട് വിട പറയുന്നത്. അതിനുശേഷം വിപ്ലവ സമര നായിക KR ഗൗരിയമ്മയോടൊപ്പം വളരെ ദീർഘകാലം പ്രവർത്തിക്കുവാനിടയായിട്ടുണ്ട്. വിദ്യാർത്ഥി സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന നിർവാഹക സമിതി അംഗമായിരുന്നു. ആ നിലകളിലെല്ലാം എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സന്നദ്ധ പ്രവർത്തന മേഖലകളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പ്രോജക്റ്റ് ഡയറക്ടർ കൂടിയായിട്ടാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ 1000 വീടുകൾ നിർമ്മിച്ചു വരികയാണ്. ആദിവാസികൾക്ക് സൗജന്യമായിട്ട് 1000 വീടുകൾ നിർമ്മിച്ചു വരുന്നു. 300 എണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ആനന്ദ് മോഡൽ മാതൃകയിൽ ആദിവാസികളുടെ തരിശു നിലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ അവിടെ വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്കൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ആ പദ്ധതികൾ തന്നെ ഇടുക്കി ജില്ലയിലും ഉടൻ തന്നെ ആരംഭിക്കുവാൻ പോവുകയാണ്. ഇത്തരം നടപടികളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുറന്നു കാണിക്കാൻ പെടുന്ന ഒത്തിരി വികസനങ്ങളുണ്ട്. ഈ വികസനങ്ങൾക്കൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ എന്ത് വികസനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നപ്പോൾ ഈ ജനോപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വരെ എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. കർഷകർക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ തന്നെ 2000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന, പ്രതിവർഷം 6000 രൂപ സഹായധനം കൊടുക്കുന്ന പദ്ധതി, അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി, അതുപോലെ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന നടപടി, തൊഴിലുറപ്പ് പദ്ധതികളുടെ ദിനങ്ങൾ വർദ്ധിപ്പിച്ച നടപടി, തൊഴിൽ ഉറപ്പ് പദ്ധതി ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന വേതനത്തിൻ്റെ വർധനവ്, ഇങ്ങനെ ജനോപകാരപ്രദമായിട്ടുള്ള
ആയിരക്കണക്കിന് ആനുകൂല്യങ്ങളാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങൾക്ക് ലഭ്യമായത്. അത് വീണ്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെയധികം ജനങ്ങൾക്ക് സഹായകരമാകുന്ന അവസ്ഥയാണുള്ളത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ ശക്തമായ രണ്ട് മുന്നണികൾ, താങ്കൾ പറയുന്നത് 3 മുന്നണികൾ, ശക്തമായ 3 മുന്നണികൾ. ഈ 2 മുന്നണികൾ നമുക്ക് LDFും UDFും എടുത്തു വെച്ച് കഴിഞ്ഞാൽ LDFിൻ്റെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തി, UDFിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? UDFിൻ്റെ പ്രവർത്തനവും LDFിൻ്റെ പ്രവർത്തനവും നടക്കുന്നുണ്ടെങ്കിലും ഈ 2 മുന്നണികളെയും പരീക്ഷിച്ച് മടുത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. കാരണം UPA ഗവൺമെൻറ്റിൻ്റെ ഭരണങ്ങൾ ജനങ്ങൾ വീക്ഷിച്ചതാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുൻകാലത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വലിയ വികസന കാഴ്ചപ്പാടുള്ള രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച നരേന്ദ്ര മോദിജിയുടെ കടന്നുവരവിനെ ജനങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BDS സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണ വളരെ പ്രതീക്ഷയാണ്, താൻ ഇവിടെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും താങ്കളുടെ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട്, നാടെങ്ങും കേൾക്കും പാട്ട് UDF പിന്നാണോട്ട്. ഡീൻ കുര്യാക്കോസ് ജയിക്കണം നാടേ, മാറ്റത്തിൽ പുലരി പിറക്കണം. അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയഭേരി മുഴങ്ങി. അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി, LDF നിന്നു തിളങ്ങി. അലയൊലികൾ കേട്ടു തുടങ്ങി ജോയിസിനായി ജയഭേരി മുഴങ്ങി. അനുകൂല തരംഗം നാട്ടിൽ LDF നിന്നു തിളങ്ങി, LDF നിന്നു തിളങ്ങി. ഭാരതാംബകന്മാരിലിന്ന് കാവിക്കൊടികൾ പാറുന്നു, കാവിക്കൊടികൾ പാറുന്നു. നാടിൻ വികസന നേട്ടവുമായി, നാടിൻ വികസന നേട്ടവുമായി BJP തിളങ്ങുന്നു, നമ്മുടെ BJP തിളങ്ങുന്നു. കടുത്ത വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തുന്നത്. ഇത്തവണ ഇടുക്കി മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്ന് മെയ് 23 കാണാം. ക്യാമറമാൻ ഷിജുവിനോടൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ